കാനായി മണിയറ വയലിന് സമീപത്തുള്ള അനിഷ ടീച്ചറുടെ വീട്ടിലേക്കാണ് എത്തിയിട്ടുള്ളത്. അനിഷ ടീച്ചർ ഒരു യാത്രികയാണെന്ന് പറയേണ്ടി വരും അല്ലെ. ബുള്ളറ്റ് യാത്ര നടത്തിയിരുന്നു അല്ലെ. ഏതായിരുന്നു വർഷം? 2021. 2021 അമ്മയും മകളും ചേർന്ന് ബുള്ളറ്റില് ഓൾ ഇന്ത്യ ട്രിപ്പ്. എത്ര മാസം എടുത്തു? ഞങ്ങൾ 1 മാസത്തെ യാത്രയായിരുന്നു. 1 മാസത്തെ യാത്രയായിരുന്നു. എപ്പോ മുതലാണ് ഇങ്ങനെ ചെടികളോട് ഇത്രയും ഭ്രമം ഉണ്ടായത്? ചെടി എനിക്ക് കുട്ടിക്കാലത്തെ ഭയങ്കര ഭ്രാന്ത് തന്നെയാണ്. അത് ഈ പ്രായം വരെ അത് കൂടെ കൊണ്ട് നടന്നു. അതെ, യാത്രകളോടുള്ളത് പോലെ തന്നെ ചെടികളോടും. ചെടി, പാട്ട്, ഇത് യാത്ര, ഇതെല്ലാം തന്നെ. അതെല്ലാം തന്നെയാണ് ഇഷ്ടം. കുട്ടികളുടെ കൂടെ, അതായത് ക്ലാസ്സിൽ കുട്ടികളോട് ഇരിക്കുന്ന അതേ സന്തോഷമാണ് ഇവിടെ ചെടികളുടെ കൂടെ ഇരിക്കുമ്പോഴും അല്ലെ. ഇവിടെ ഏതൊക്കെ വെറൈറ്റി ചെടികളാണ് ഉള്ളത്? ഇവിടെ അധികം ഉള്ളത് അഡീനിയം. അഡീനിയത്തിന്റെ ഒരു 500 വെറൈറ്റി ഉണ്ട്. 500 വെറൈറ്റി ഉണ്ട്. പിന്നെ സീനിയ, ബോഗൺവില്ല, അതൊക്കെയാണ്. ബോഗൺവില്ല ഇപ്പൊ എല്ലായിടത്തും ട്രെൻഡിങ് ആണ്. എല്ലാ വീട്ടുമുറ്റത്തും പോയ ഇപ്പൊ നമുക്ക് ബോഗൺവില്ല ആണ്. പക്ഷെ ഇവിടെ ഈ ഭാഗത്തൊക്കെ സീനിയ അല്ലെ. ഇതിന്റെയൊക്കെ ഒരുപാട് കളറുകൾ ഉണ്ട് അല്ലെ. എത്ര വെറൈറ്റികൾ ഉണ്ട്? ഒരു 10-15 കളർ മാറി. ഇത് പരാഗണം നടന്ന് തനിയെ തന്നെ നിറം മാറി മാറി വരുന്നത്. അപ്പൊ കുറെ ആൾക്കാരൊക്കെ ഇവിടെ വരാറുണ്ട്, ഫോട്ടോ എടുക്കാറുണ്ട് എന്നൊക്കെ. ഒരുപാട് ആൾക്കാർ വന്ന് പൂവിന്റെ അടുക്കുന്ന ഫോട്ടോ എടുക്കുന്നു. ഈ അഡീനിയം ഒക്കെ ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള ചെടികളല്ലേ? അതൊക്കെ അങ്ങനെ അത് ഓരോ വർഷം കഴിയുന്നോറും അതിന്റെ വില കൂടി വരും. പുറത്തുനിന്നൊക്കെ എത്തിച്ചിട്ടുണ്ട്. ഉണ്ട്. ഞാൻ നോർത്ത് ഈസ്റ്റ് ഭാഗത്തു നിന്നെല്ലാം അഡീനിയം ചെടി അധികം എത്തിക്കുന്നു. അതെ, അപ്പൊ ഇങ്ങനെ വലിയൊരു ക്രേസ് ആണ്. വീട്ടുകാരൊക്കെ ഇതിന് വലിയ പിന്തുണയാണ്. ഹസ്ബൻഡ് നല്ല സപ്പോർട്ടാണ്. പിന്നെ ഒരു മോൻ കൂടി ഉണ്ട്. മോനുണ്ട്, മോളുണ്ട്. മൂത്ത മോള് PG കഴിഞ്ഞു, ഇപ്പൊ ബാംഗ്ലൂർ ജോലി ചെയ്യുന്നു. അപ്പൊ നമ്മള് ചെടികളിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ എങ്ങനെയാണ് ഇതിനെ പരിപാലിക്കുന്നത്? ഇത്രയും വെറൈറ്റി ചെടികളുണ്ടല്ലോ. അത് നടുന്ന ടൈമിൽ മാത്രമേ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടില്ല. ബാക്കി അങ്ങ് ദിവസം വെള്ളം ഒഴിക്കുക, ഒരാഴ്ചയിൽ വളം ചെയ്ത് കൊടുക്കുക, അങ്ങനെയല്ലേ. നമ്മുടെ ഈ ബോഗൺവില്ല, കടലാസ് പൂവിനൊക്കെ വലിയ പരിപാലനത്തിന്റെ ആവശ്യമില്ല. സീനിയൊക്കെ അതുപോലെ തന്നെയും തോന്നുന്നു അല്ലെ. അഡീനിയം പോലെയുള്ള ചെടികൾക്കൊക്കെയോ? പക്ഷെങ്കിൽ പൂ വരുന്നല്ലാതെ കൃത്യമായ പരിചരണം കൊടുത്താലേ നന്നായിട്ട് പൂവുണ്ടാവും. അപ്പൊ സീനിയ ഇതിലെ തന്നെ വളം വീഴാത്ത ചെടിയെല്ലാം നേർത്ത ചെടിയായിട്ട് പൂവായിട്ട് ഒരു ഭംഗിയില്ലാതെ നന്നായിട്ട് അതിന്റെ സൗന്ദര്യം ശരിക്കും കിട്ടണമെങ്കിൽ നല്ല വെയിലും വെള്ളവും വളമെല്ലാം കൃത്യമായി. ഇവിടുത്തെ ടീച്ചറിന്റെ ചെടികളെല്ലാം നല്ല നന്നായിട്ട് കരുത്തോടു കൂടി വളർന്നു നിൽക്കുന്നുണ്ട്. എന്തൊക്കെ വളമാണ് ഇതിന് കൊടുക്കുന്നത്? എന്റെ സാമീപ്യം തന്നെയായിരിക്കും പ്രത്യേകിച്ച്. എപ്പോഴും വരും, അവരോട് സംസാരിക്കും. പാട്ടെല്ലാം വെച്ചിട്ടാണ് ചെടിയുടെ അടുത്ത്. എല്ലാ ദിവസവും ഞാൻ പാട്ടും വെച്ചിട്ട് ചെടിയുടെ അടുത്തുണ്ടാവും. പാട്ട് കേൾക്കാനും ചെടിക്കും കേട്ടോ എന്ന് എഴുതിയിട്ട്. ഇടയിൽ പച്ചക്കറി ഉണ്ട്. പച്ചക്കറികളായിട്ട് നടുന്നില്ല, ഇതിനിടയിൽ ഇങ്ങനെ ഇതിനിടയിലെല്ലാം നട്ടു പോകുന്നതാണ്. വേറെ എന്തൊക്കെയാണ് ഇതുപോലെ ഇഷ്ടങ്ങള് ചെടികൾ എന്ന് പറഞ്ഞാൽ? ഇപ്പൊ യാത്ര ചെയ്യുക, പാചകം ഇഷ്ടമാണ്. പിന്നെ തന്നെ പാട്ട്, യാത്ര, സ്കൂളിൽ പോവുക, കുട്ടികളുടെ കൂടെ ഇരിക്കുക, അതൊക്കെ തന്നെയാണ് വലിയ സന്തോഷം. കാറ്റ്ലോ ഒക്കെ ഉണ്ട് അല്ലെ അവിടെ? ഒക്കെ പൂ പിടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നോ? 3-4 തവണ എല്ലാ വർഷവും പൂക്കും. അത് പട്ടിക്കൂടിന്റെ മുകൾ ഭാഗത്ത് പട്ടിക്കൂടിന് തണല് കിട്ടാനിട്ടതാ. ചില വീടുകളിലേക്കൊക്കെ പടർത്തിയിട്ട് കാണാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ വരും കാലങ്ങളില്? നോക്കണം. ഇത് മതിലിന് ചുറ്റും അങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്, സെറ്റാക്കി വളർന്നു വരുന്നത്ര. പിന്നെ ചെടികളിൽ തന്നെ ഇനി എങ്ങനെയാണ് ഇതിനെ വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നത്? നല്ല ഡിസൈൻ ചെയ്ത് മുറ്റെല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് അതിന് ശേഷം ഓരോ പൂവിനും ഓരോ സ്ഥലമൊക്കെ കണ്ടു. ഇത് മൊത്തത്തിലേ വെച്ചിട്ടുള്ളത്. ഇത്രയും വെറൈറ്റി ഉള്ളതുകൊണ്ട് ചോദിക്കുന്നതാണ്. വിൽപ്പന ഉണ്ടാവാറുണ്ടോ? അത്യാവശ്യം ചെടി കാണാൻ വരുന്നവര് ഇത് കൊടുക്കുമെന്ന് ചോദിക്കുമ്പോ ഞാൻ ചെറിയ വിലയിൽ ചെടി കൊടുക്കാറുണ്ട്. വെറുതെ കൊടുക്കുന്നതിന് പകരം ഒരു ചെറിയൊരു വിലയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങുന്നവർക്കും സന്തോഷം. വെറുതെ കളയാൻ തോന്നൂല അവർക്ക്. അങ്ങനെ പോയി മക്കളെ നോക്കുന്ന പോലെ നോക്കിക്കോളും. അതാ, അങ്ങനെ നോക്കണം എന്നുള്ളതാണ് നമ്മുടെ അല്ലേ. അത് കൊണ്ടുപോയി ഇവിടുന്ന് ഒരാഗ്രഹത്തിന് പുറത്ത് കൊണ്ടുപോകുമ്പോ അവർക്ക് അതിന്റെ ഒരു സൂക്ഷിക്കാനുള്ള ഒരു മനസ്സുണ്ടാവില്ല. ഇതാണ് അപ്പോ അഡിനി 500-ലധികം ഉണ്ട് എന്ന് പറഞ്ഞു. ഇതില് വെറൈറ്റി കളറുകളൊക്കെ ഉണ്ട് അല്ലേ, നമ്മൾ ഇതുവരെ കണ്ട് ശീലിക്കാത്ത. പുതിയ വെറൈറ്റി ഇറങ്ങുന്ന സമയത്ത് ഞാനത് നോർത്ത് ഈസ്റ്റ് നല്ല വില കൊടുത്ത് വാങ്ങും. എന്നിട്ട് ഇവിടുന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് എന്റെ ഫ്രണ്ട്സിനും ആർക്കാന്ന് വെച്ചാല് അവർക്ക് ചോദിക്കുമ്പോൾ അത് കൊടുക്കും. ഇതിന് എങ്ങനെയാണ് വളം ചെയ്യുന്നത്? എങ്ങനെയാ വെള്ളം ഒഴിക്കുന്നത്? എങ്ങനെയാ? വെയിൽ നല്ലോണം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം അതുപോലെ കൊടുക്കാം. പിന്നെ നീർവാർച്ചയുള്ള പോട്ടിംഗ് മിശ്രിതാണെങ്കിൽ നമുക്ക് ഇത് വെള്ളം ഒഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പോട്ടിംഗ് മിശ്രിതം നമ്മൾ വാങ്ങിയിട്ട് ചെയ്യുന്നതാണോ അല്ല ഇവിടുന്ന് തന്നെ ചെയ്യും? ചകിരിച്ചോറ് കമ്പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അനിയൻ ചെയ്യുന്നുണ്ട്, റെഡിമെയ്ഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അവിടുന്ന് കൊണ്ടുവരും. പിന്നെ വളം, പൂവ് വിരിയാനുള്ള വളങ്ങൾ ചെയ്തു കൊടുക്കണം. അതെ, അത് നമ്മൾ ഏത് വള ചെയ്യുന്ന വെച്ചാൽ കൃത്യമായ അളവിൽ ചെയ്തുകൊണ്ടേ ഇരിക്കണം.
കൃത്യമായ ഇടവേളകൾ ഇടവേളകൾ ഇവിടെ ഇപ്പൊ എങ്ങനെയാ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഞാനിപ്പോ ആഴ്ചയിൽ കൃത്യമായിട്ട് കൊടുക്കും. പൂവ് വേണമെന്ന് തോന്നുന്ന ചെടിക്ക്, എനിക്ക് പ്രത്യേക ഇഷ്ടമുള്ള ചെടിക്ക് ഞാൻ നന്നായിട്ട് വളം ചെയ്യും. ഒരു നേരമാണോ വെള്ളം കൊടുക്കുന്നത്? രാവിലെ മാത്രം വെള്ളം ഒഴിക്കും. രാവിലെ മാത്രം വെള്ളം ഒഴിക്കും. അപ്പൊ ഇതാണ് കാറ്റ് ക്ലൗ അല്ലെ? നമ്മളെ ഒരു പട്ടിക്കൂട് ഉണ്ട് ഇതിനകത്ത്, അതിനൊരു തണലും മേൽക്കൂരും. പട്ടിക്കൂടിന് തണലായിട്ട് ഞാനൊരു 8 വർഷം മുന്നേ 9 വർഷം മുന്നേ ഇത് നട്ടതാ. നിറയെ മഞ്ഞപ്പൂക്കളുണ്ട്. ഈ ഇലക്ക് പകരമായിട്ട് മുഴുവനും മഞ്ഞപ്പൂക്കളായിരിക്കും. പൂക്കൾ ഉണ്ടാകുമ്പോ ഒരു ഭംഗി. ഇപ്പൊ ഈ ഇലയും ശരിക്കും പ്ലാസ്റ്റിക് പോലെ അല്ലേ? ശരിക്കും അങ്ങനെ ഭംഗിക്ക് ഓർണമെന്റൽ ചെടിയായിട്ട് തന്നെ വെക്കുന്നതാണ്. ഫോട്ടോ എടുക്കാനെല്ലാം വരുന്നവര് ഇവിടെയെല്ലാം നിന്നിട്ട് ഫോട്ടോ എടുത്ത് കൊണ്ടുപോകും. ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീലൊക്കെ ഇടാൻ വേണ്ടി കുട്ടികൾ വരുന്നുണ്ട് അല്ലേ? അപ്പൊ ടീച്ചർ ഉള്ള സമയത്താണെങ്കിൽ അവർക്ക് ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം. അസോളയും ഇതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ എന്തിനായിരുന്നു? താമര നട്ടത്. താമര പിടിച്ചിട്ടുണ്ടായിരുന്നു. താമര ഉണ്ടായിരുന്നു. താമര ഞാൻ നോക്കാതെ എല്ലാം നാശമായി പോയത്. അതെല്ലേ? ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു. ഇവിടെ കുറച്ച് പച്ചക്കറികളുണ്ട്. കോളിഫ്ലവർ ഒക്കെ ഉണ്ട് അല്ലേ? കോളിഫ്ലവർ, കപ്പമുളക്, ഒരുപാട് വെറൈറ്റി വഴുതനെല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം നാശമായി പോയതാണോ അതോ എന്റെ സമയം ചിലത് ചിലതുണ്ട് കാണാൻ. ഇത് 10 മണി എന്ന് പറയുന്നത് അല്ലേ? ഇത് ശരിക്കും പറഞ്ഞാല് കോവിഡ് സമയത്ത് ഇതൊരു തരംഗമായിരുന്നു. ആളുകളൊക്കെ ഓൺലൈനില് വിൽപ്പന നടത്തുക. മഴ വന്നു കഴിഞ്ഞാൽ ഇത് നോക്കല് ബുദ്ധിമുട്ടാ. ഫംഗസ് വന്നെല്ലാം പോകും. വെയിലാണ് ഇതിന് ഭയങ്കര ഇഷ്ടം. അതെ, നമ്മുടെ ഈ വീട്ടുമുറ്റങ്ങളിൽ നമ്മുടെ ഡ്രസ്സിന്റെ ഒക്കെ ഫാഷൻ മാറുന്നത് പോലെ വീട്ടുമുറ്റങ്ങളുടെ ഒരു ഫാഷൻ മാറിയതായിരുന്നു കോവിഡ് സമയത്തൊക്കെ. ഈ 10 മണി ആയിരുന്നെങ്കിൽ ഇപ്പൊ എല്ലായിടത്തും കടലാസ് പോവാണ്. ബോഗൺവില്ല് ഇവിടെ ഇപ്പൊ വരുമ്പോ സീനിയയുടെ അതുപോലെ അവിടെയുള്ള പൂക്കളുടെ ഒക്കെ ഒരു ഭംഗി ആണ് നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ ഒരു മാവ് നിൽക്കുന്നുണ്ട്. അതിനൊരു പ്രത്യേകത ഉണ്ട് അല്ലേ? മാവിനൊരു പ്രത്യേകത ഉണ്ട്. അതെന്താന്ന് വെച്ചാല് അതൊരു നാടൻ മാവാ ഉണ്ടായിരുന്നേ. അത് എന്റെ ഒരു സുഹൃത്തുണ്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്, ബഡിങ്ങും ഗ്രാഫ്റ്റിംഗ് എല്ലാം ചെയ്യുന്ന. അപ്പൊ അവരോട് പറഞ്ഞ സമയത്ത് അവര് വന്ന് മുറിച്ചു തന്ന് ആ മാവ് 12 മാവ് അതിന് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. 12 മാവ്. ഇപ്പൊ കാണുന്നത് മുഴുവനും 12 മാവാ. ഓരോ ശാഖയും ഓരോ മാവാണ്. നമുക്ക് കാണുമ്പോ ഒറ്റ മാവാണ്, പക്ഷെ അതിന്റെ ഓരോ ശാഖയും ഓരോ മാവാണ്. അപ്പം ഇത് മാങ്ങ പിടിച്ചു കിട്ടിയോ? ഇതുവരെ പിടിച്ചിട്ടില്ല, പക്ഷെ അത് നന്നായിട്ട് ഉഷാറായി വന്നിട്ടുണ്ട്. അതെ, ഇപ്പൊ നമ്മള് എല്ലാ വീടുകളും ചെറിയ സ്ഥലങ്ങളിലേക്ക് 3 സെന്റിലൊക്കെ വീടാവുന്ന സ്ഥലമുണ്ട്. അപ്പൊ ഈ പറയുന്നത് പോലെ കൃഷിയോട് താല്പര്യമുള്ളവർ ഗ്രോ ബാഗിലൊക്കെ പച്ചക്കറികളും ഒക്കെ നട്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ വീട്ടില് ഒരു തെങ്ങ് ഒരു മാവ് ഒക്കെ വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കൂടുതലും. ഈ ഒറ്റ മാവ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ 12 തരം മാങ്ങകൾ കഴിക്കുക എന്നുള്ളതാണ്. ഇതൊരു വലിയ കാര്യമായിട്ട് തോന്നുന്നു. അപ്പൊ വലിയൊരു സന്തോഷം ഈ ഒരു മാവ് പൂത്ത് തളിർക്കുമ്പോ നമുക്ക് ഉണ്ടാവും അല്ലെ? എനിക്ക് വരാൻ പറ്റുമെങ്കിൽ ഞാൻ വരാൻ സമയത്ത്. അതെ, ഞാനും വരാം. പഴുക്കുന്ന ഒരു സമയമാകുമ്പോഴത്തേക്കും ഞാനും വരാം. ഇത് ഇത്ര നന്നായിട്ട് അങ്ങനെ എവിടെയും കണ്ടിട്ടില്ല. അത്രയും ബുഷായി, ഇത്രയും ബുഷിയായിട്ട്, ഇത്രയും ഇലയായിട്ടല്ലേ. ഇതിന്റെ പേരെന്തായിരുന്നു ടീച്ചറെ? കലാത്തിയ. ഇതെല്ലാം ഇൻഡോറായി വെക്കുന്ന പ്ലാന്റ് ആയിരുന്നു. അപ്പൊ പുറത്തെടുത്ത് വെച്ച സമയത്ത് കുറച്ച് വെയിൽ കൊള്ളുമ്പോ നന്നായിട്ട് ഇത് വളരുന്നുണ്ട്. അപ്പൊ ഞാൻ സ്ഥാനം ഇവിടെ തന്നെ ആക്കി വെച്ചു. ചിലവർക്ക് പൂക്കൾ ഉണ്ടാവുന്ന ചെടികളോട് ഒരു ഇഷ്ടം ഉണ്ടാവും, ചിലവർക്ക് ഇങ്ങനെ ഇല മാത്രം ഉണ്ടാവുന്ന. എനിക്ക് ചുറ്റിലും എപ്പോഴും പൂവും ഇലയും എല്ലാം നല്ല ഉണ്ടാവണം. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള. ടീച്ചർ ശരിക്കും ഒരു സ്വർഗത്തിലാണ് താമസിക്കുന്നതെന്ന് പറയാതെ വയ്യ. കാരണം പച്ചക്കറികളുണ്ട്, കണ്ണനെ കുളിർമേകുന്ന രീതിയിൽ പൂക്കളുണ്ട്, മുന്നില് നോക്കത്താ ദൂരത്തോളം വയലാണ്. ഈ റോഡ് തന്നെ ഇപ്പോ വികസിപ്പിച്ചതിന് ശേഷം കുറേയും കൂടി ആളുകൾക്കൊക്കെ ഇവിടെ കാണാനും വരാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം ഒക്കെ ഉണ്ട്. ഒരുപാട് ആൾക്കാർ ഇപ്പോ ഇങ്ങോട്ട് നോക്കാതെ ആരും പോകുന്നില്ല, അത്രയും പൂക്കളെ കാണുമ്പോ. അതെ, അപ്പൊ ഏത് സമയത്തും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പൂക്കളോട് സംസാരിച്ച് പൂക്കൾക്ക് വെള്ളം നൽകി അതിനെ പരിപാലിച്ച് നിൽക്കുന്നതാണ് ടീച്ചറുടെ സന്തോഷം. ഇനി ഭാവിയിൽ ഇതുപോലെ ഇത് ഒന്നുകൂടി വിപുലപ്പെടുത്തണം, അത് കുറച്ചുകൂടി മെച്ചപ്പെടുത്തണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ യാത്രകൾ പോകണം തന്നെ. യാത്ര ഒരുപാട് സ്ഥലങ്ങള് നോക്കി വെച്ചിട്ടുണ്ട്. ടൈം കിട്ടുമ്പോ ഞാൻ ആയിക്കോട്ടെ. അപ്പൊ ടീച്ചറുടെ ആഗ്രഹം പോലെ ഇനിയും ചെടികളൊക്കെ പരിപാലിച്ച് അതിനെ വിപുലപ്പെടുത്തി കൂടുതൽ സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര പോയി എല്ലാ ആഗ്രഹങ്ങളും സഫലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് സന്തോഷം.